MAT 204 മൊഡ്യൂൾ 2-ലെ 2 കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബ്ലമാണ്. Examine whether the random variables x and y are independent whose joint probability density function is f of xy is equal to x e raised to minus xy plus 1 where 0 less than x y less than infinity, അതായത് എക്സും വൈ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ്. കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാത്തിലും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ is equal to കണ്ടിന്യൂസ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് എന്ത് വേണം, എഫ് ഓഫ് എക്സ് വൈ is equal to എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ആയിരിക്കണം. ഇത് രണ്ടും എന്താണ്, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് നമ്മളെ എക്സ്, പിന്നെ ഇത് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വൈ. മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ്, മാർജിനൽ ഡെൻസിറ്റി ഓഫ് വൈ. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം ഈ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കാണാൻ നോക്കുക. മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കാണാൻ ഇൻ്റഗ്രൽ, എന്തിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കാണാൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. കാരണം മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കാണാൻ എക്സിനെ നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുകയാണ്. ഡിസ്ക്രീറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സിനെ അവിടെ ഫിക്സ്ഡ് ആക്കി വെക്കുക. എന്നിട്ട് വൈയുടെ, അതായത് ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും എക്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും, വൈ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈക്ക് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. അപ്പോൾ ഇവിടെ എന്ത് വേണം, വൈയുടെ ലിമിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇൻ്റഗ്രൽ വൈയുടെ ലിമിറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ എന്താണ്, എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് വൈ പ്ലസ് 1 ഡി വൈ. ഓക്കെ, വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ കിടക്കട്ടെ. എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ അല്ലേ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ഈ സാധനത്തിൽ നിന്ന് മാറ്റി എഴുതാണേ. മൈനസ് എക്സ് വൈ, ഇതായി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. മൈനസ് എക്സ് വൈ മൈനസ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ മൈനസ് എക്സ്. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ തലേൻ്റെ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ. ഇനി ഇതിന് ഇവിടെ എന്താണോ ഫംഗ്ഷൻ വന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഇത് 0 ആയി പോയി. ഇവിടെ മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് പറയുമ്പോൾ 1 ആണ്. ബാക്കി എന്ത് വരും, മൈനസ് എക്സ് വരും. ഇവിടെ 3y ആണെങ്കിൽ 3 താഴെ എഴുതൂലേ, അതുപോലെ തന്നെ ഇവിടെ 3ക്ക് പകരം എക്സ് ആണ്, മൈനസ് എക്സ് ആണ് ഇവിടെ കോൺസ്റ്റൻറ്റ്. സോ മൈനസ് എക്സ് വരും വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുക്കുക. ഇവിടെ എക്സും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കി നമുക്ക് വരിക മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുക്കുക. മൈനസ് ഇവിടെ എവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സിനല്ല കേട്ടോ, വൈ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ വൈക്കാണ് കൊടുക്കേണ്ടത്. വൈക്ക് ഇൻഫിനിറ്റി കൊടുത്തു, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി പ്ലസ് 1 ഇൻഫിനിറ്റി തന്നെയാണ്. ഇൻഫിനിറ്റി ഇൻറ്റു സം എക്സ്, അപ്പോഴും നമുക്കെന്ത് വരും, ഇൻഫിനിറ്റി വരും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻഫിനിറ്റി തന്നെ. ഒരു ഇൻഫിനിറ്റീനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഇൻഫിനിറ്റി തന്നെ കിട്ടും. മൈനസ്, പിന്നെ ഈ ഒരു മൈനസ് ഇവിടെ കിടക്കണ്ടേ, ഇത് ഈ മൈനസ് ഉണ്ട് കേട്ടോ അവിടെ, അല്ലെങ്കിൽ ഞാൻ ഈ മൈനസിനെ അങ്ങനെ കോമൺ ആയിട്ട് പുറമേക്ക് ഇട്ടു. ഈ മൈനസിനെ ഇവിടെ പുറത്തിട്ടു. ഇവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ, വൈക്ക് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വന്നു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് എന്ത് വരും, 0 കൊടുക്കുക. എക്സിന് 0 വൈക്കല്ലേ, വൈക്ക് 0 കൊടുത്താൽ എന്ത് വരും, 0 കൊടുക്കുമ്പോൾ 0 + 1 വരും. ഇവിടെ എന്ത് വരും, മൈനസ് എക്സ് വരും അല്ലേ.
ഇവിടെ വൈക്ക് 0 കൊടുത്ത് 0 + 1 1 വരും. ഇവിടെ -x വരും. e⁻∞ എന്താണ്? 0 ആണ്. e⁻∞ 0 ആണ്. അപ്പോൾ ഇതെന്തായി? 0 ആയിപ്പോയി. ഇത് 0 ആയിപ്പോയി. ബാക്കി എന്ത് വരും? ഈ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഉണ്ട്, പ്ലസ് ആയിപ്പോയി. e⁻−x. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കിട്ടി. e⁻−x എന്ന് കിട്ടി. ഓക്കെ, ഇനി മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാം. മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാൻ എന്താണ്? Fy ഓഫ് y = മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ f ഓഫ് xy വിത്ത് റെസ്പെക്ട് ടു മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാൻ x വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡിസ്ക്രീറ്റിലാവുമ്പോൾ മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാൻ yനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. എക്സിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ചിട്ട് ആ ഒരു കോളം ഉണ്ട്, അതിങ്ങനെ ആഡ് ചെയ്ത് പോവുക. വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കാണാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എക്സിൻ്റെ ലിമിറ്റാണ് കൊടുക്കുന്നത്. സോ ഇൻ്റഗ്രൽ ഇവിടെ എക്സിന് ലിമിറ്റ് 0 to ∞ തന്നെയാണ്. നമ്മൾ f ഓഫ് എക്സ് വൈ എന്താണ്? f ഓഫ് എക്സ് വൈ x e⁻−x y + 1 dx. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ നമുക്ക് വരാം ഇത് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ഫങ്ഷൻ എന്താണ് ഇവിടെ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ. ഇത് യു, ഇത് വി അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? യു ആദ്യം ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക. e⁻−x × y + 1 അതിൻ്റെ ഇൻ്റഗ്രൽ. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ അത് തന്നെ, പക്ഷേ ഡിവൈഡഡ് ബൈ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇവിടെ ഇതെല്ലാം വൈയും വണ്ണും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു 2x ആണ് നമുക്കിവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2 അല്ലേ വരിക. അതുപോലെ ഇവിടെ 2ന് പകരം എന്താ വരുന്നത്? y + 1 ആണ്. ഒരു മൈനസും ഉണ്ട്. -y + 1 ഇതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഒരു 2x ആണെങ്കിൽ 2 ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. ഇവിടെ കോൺസ്റ്റൻറ്റ് വൈയും വണ്ണും മൈനസും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഒരു -y + 1. ഇനി മൈനസ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ ആകുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ സാധനത്തിന് ഒന്നുകൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? കോൺസ്റ്റൻറ്റ് എന്താണ്? നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ എഴുതി വെച്ചു. അപ്പോൾ -y + 1 തന്നെയാണ് ഇവിടെയും ഡിവൈഡഡ് ബൈ വരിക. ഇവിടെ ഓൾറെഡി -y + 1 ഉണ്ട്. അപ്പോൾ മൈനസും പ്ലസ് ആയിപ്പോയി. അപ്പോൾ y + 1 × y + 1 വരും. ദാറ്റ് ഈസ് y + 1 സ്ക്വയർ. കഴിഞ്ഞില്ലേ? ഇനി ചെയ്യണോ? ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ വരിക. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വന്നു. ഇനി 1ൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ വരിക. 1ൻ്റെ ഡെറിവേറ്റീവ് വന്നാൽ 0 ആയി പോകും. അപ്പോൾ കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ നിർത്തുക. ഇതിൻ്റെ ലിമിറ്റ് 0 to ∞ കൊടുക്കുക. എവിടെ കൊടുക്കണ്ടേ? എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുക. എക്സിന് ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു. ഇവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ മുകളിലൊരു എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ e⁻∞ ഇവിടെ -x ആണ്. -∞ വരുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അവിടെ 0 ആയിപ്പോയി. e⁻∞ 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആയിപ്പോയി. ഇനി ഇവിടെയും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെയും 0 ആയിപ്പോയി. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ -∞ ആയിപ്പോവും. അപ്പർ ലിമിറ്റ് മൊത്തം 0 ആയിപ്പോവും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആയിപ്പോവും. അത് പോട്ടെ. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ അവിടെ 0 കിട്ടൂലേ? ഫസ്റ്റ് ടേം 0 മൈനസ് സെക്കൻഡ് ടേം. ഇവിടെ എക്സിന് 0 കൊടുത്തു. ഇവിടെ എക്സിന് ഇവിടെ 0 കൊടുത്തപ്പോൾ 0 ആയിപ്പോയി. 0 × സംതിങ് 0 ആയിപ്പോയി. ഇവിടെ ഇൻറ്റു എക്സ് ഇല്ല. ഇവിടെ എക്സ്പോണൻഷ്യലുള്ളൂ ഒരു എക്സ്. അപ്പോൾ ഈ 0നെ പിടിച്ച് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? e⁻0 1 വരും അല്ലേ? അപ്പോൾ 1/y + 1 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ മൈനസും ഇങ്ങോട്ടായി പോയി. 1/y + 1 സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സും കിട്ടി, മാർജിനൽ ഡെൻസിറ്റി ഓഫ് വൈയും കിട്ടി. ഇനി f(x) ഓഫ് x ഇൻറ്റു ആണേ
എഫ് വൈ ഓഫ് വൈ, എഫ് ഓഫ് എക്സ് വൈ ആണോ നോക്കുക. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ ഇതാണ്. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും ഈ സാധനം കിട്ടൂല. താഴെ y+1 ഹോൾ സ്ക്വയർ ഒക്കെ ഉണ്ട് ഇവിടെ, അതെന്തായാലും കിട്ടൂല. ഫോർ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അത് മൾട്ടിപ്ലൈ ചെയ്തൊന്നും നോക്കണ്ട, ഏകദേശം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. e⁻x ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടൂലല്ലോ എന്തായാലും. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ആണ്. ഫോർ x and y are not independent. X and y are not independent. Okay. அடுத்த question. The joint probability density function of two continuous random variables x and y is given by f of x y is equal to k x square y if 1 less than x less than or equal to 4 ആണ്. 0 ലെസ് ആർ ഈക്വൽ ടു 5 ലെസ് ആർ ഈക്വൽ ടു 4. ചിലർക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈക്വൽ ടു ഇല്ലെങ്കിൽ പ്രശ്നം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈക്വൽ ടു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആവുമ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 ആണെങ്കിലും ഇൻ്റഗ്രൽ 1 to 4 കൊടുക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ 1 to 4 കൊടുക്കും. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുക. വളരെ നിയറസ്റ്റ് വാല്യൂ വരെ അങ്ങനെ വരും. അപ്പോൾ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ മാത്രം കറക്റ്റ് നോക്കിയാൽ മതി. 1 ലെസ് ദാൻ 4 ഡിസ്ക്രീറ്റ് ആകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ. ഇങ്ങനെ പ്രോബബിലിറ്റിയോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ രണ്ട് വേരിയബിൾസ് വരുന്ന കണ്ടിന്യൂസ് വേരിയബിൾ, രണ്ട് വേരിയബിൾസ് വരുന്നതിൽ ഒന്നുകിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ കെ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് വേണം, നമ്മുടെ മാർജിനൽ ഡെൻസിറ്റി കണ്ടിട്ട് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് ഷുവറാണ്. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ മാറി മാറി വരും. ഒരുപോലത്തെ ഫംഗ്ഷൻ ഒന്നും ആവില്ല വരിക. പക്ഷേ നിങ്ങൾ ഇൻ്റഗ്രേഷൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക. ഫസ്റ്റ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ എന്നാണ്. കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു PDF തന്നിട്ട് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സമ്മേഷൻ എടുക്കും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ, അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഇൻ്റഗ്രേഷനാണ് 1 വരിക. ടോട്ടൽ പ്രോബബിലിറ്റി 1 വരും. സോ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഇതെപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻ്റഗ്രൽ ഈക്വൽ ടു 1. എവിടെ? സെക്കൻഡ് മൊഡ്യൂളിൽ. ഫസ്റ്റ് മൊഡ്യൂളിൽ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, രണ്ട് വേരിയബിൾസ് വരുമ്പോഴാണ് എഫ് ഓഫ് എക്സ് വൈ വരിക. ഒരു വേരിയബിൾ ആകുമ്പോൾ ഇപ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അതൊന്നും മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? കെ എക്സ് സ്ക്വയർ വൈ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 1. എക്സിൻ്റെ ലിമിറ്റ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. എക്സിൻ്റെ ലിമിറ്റോ വൈയുടെ ലിമിറ്റോ ആദ്യം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എക്സ് ആണ് എഴുതിയത്. സോ എക്സിൻ്റെ ലിമിറ്റ് 1 to 4 ഇവിടെ കൊടുത്തു. വൈയുടെ ലിമിറ്റ് 0 to 4 ഇവിടെ കൊടുത്തു. ഇത് എക്സിൻ്റെ ലിമിറ്റ്, ഇത് വൈയുടെ ലിമിറ്റ്. അപ്പോൾ ഞാൻ ആദ്യം എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. കെ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ കിടക്കട്ടെ. വൈ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ കിടക്കട്ടെ. ബാക്കി കോൺസ്റ്റൻ്റ് പുറമേക്ക് പോകരുതേ. കെ കോൺസ്റ്റൻറ്റ് അവിടെ കിടക്കട്ടെ. ഇൻ്റഗ്രൽ 0 to 4 വൈയുടെ ലിമിറ്റ് അവിടെ കിടക്കട്ടെ. കെ കോൺസ്റ്റൻ്റ് ആണ്, വൈ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിന് എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? x³/3 എന്ന് കിട്ടും. വിത്തിൻ ദ ലിമിറ്റ് 1 to 4 dy is equal to 1. ഓക്കെ, എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തു. ഇൻ്റഗ്രൽ 0 to 4 കെ വൈ 4³ അപ്പർ ലിമിറ്റ് കൊടുത്തു. 4³/3 മൈനസ് 1/3 ലോവർ ലിമിറ്റ് 1 കൊടുത്തു. അപ്പർ ലിമിറ്റ് 4 കൊടുത്തു. 4³/3 മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുത്തു. 1³/3 എന്ന് വരും. ദാറ്റ് ഈസ് dy is equal to 1. 4³ എന്ന് പറയുമ്പോൾ 64 വരും. 64 മൈനസ് 1 63/3 എന്ന് കിട്ടും അല്ലേ? 63/3 എന്ന് വരും. ഇൻ്റഗ്രൽ 0 to 4 കെ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു 1. ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, 63/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 21 വരും. 21 ഇനി വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്. വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y² by 2 അല്ലേ? വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y² by 2
0 to 4 which is equal to 1. ഇവിടെ ചെയ്യണേ ബാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. സോ 21 ഇൻറ്റു കെ അപ്പർ ലിമിറ്റ് 4, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 16/2 എന്ന് വരും. 16/2 ഈക്വൽ ടു 1. ലോവർ ലിമിറ്റ് കൊടുക്കണോ? 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് 0 അല്ലേ, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 8 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തം എത്ര കിട്ടും? 21 ഇൻറ്റു 8 168 അല്ലേ. 168 കെ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു 1/168. കെ ഇസ് ഈക്വൽ ടു 1/168. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനാണ് വരിക, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ടോട്ടൽ ഇൻറ്റഗ്രേഷൻ ഈക്വൽ ടു 1 കൊടുക്കുക. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റഗ്രേഷൻ ഈക്വൽ ടു 1 കൊടുക്കുക. അതിന് മാർക്കുണ്ട്. ഓക്കെ, അതിന് എന്തായാലും ഒരു മാർക്ക് ഉണ്ടാവും. ഇത് ശരിക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കാതെ ചെയ്യുമ്പോൾ എക്സ് -∞ to ∞, ഇവിടെ എന്താണോ ലിമിറ്റ് അത് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ -∞ to ∞, f(x(y) dx dy = 1 ഇത് കൊടുക്കുക. ഇതിന് ഒരു മാർക്ക് ഉണ്ട് കേട്ടോ. ഇക്വേഷൻ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ f(x(y) എന്തായി മാറി? f(x(y) = kx² പകരം 1/168 കിട്ടിയിട്ടുണ്ട്. 1/168 x² y ആയിട്ട് മാറി. ഇനി ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ പ്രോബബിലിറ്റി ഓഫ് നമ്മളെ f(x(y) എന്തായി? 1/168 x² dx dy. ഇനി dy dx എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ dx dy എടുത്തു. ആദ്യം ഞാൻ dx ആണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? x ഗ്രേറ്റർ ദാൻ 2 എന്നാണ് പറഞ്ഞത്. x ഗ്രേറ്റർ ദാൻ 2. നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? x ഇൻ ബിറ്റ്വീൻ 0 and 4 ആണ്. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 2 ആണ് പറഞ്ഞത്. സോ മിനിമം എടുക്കാവുന്ന വാല്യൂ 2. എക്സിന് മാക്സിമം ഏതുവരെ പോവും? അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമുക്കിവിടെ ക്വസ്റ്റ്യനിലുള്ളത് x ഗ്രേറ്റർ ദാൻ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് x മാക്സിമം 4 വരെ പോവും. അപ്പോൾ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് 4. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ yക്ക് മാക്സിമം 2 വരെ പോകാം. ഓക്കെ, y 2 വരെയുള്ള ലിമിറ്റ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ yയുടെ ലോവർ ലിമിറ്റ് എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത്? yയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനെ തരും, അതായത് സബ് ക്വസ്റ്റ്യനിൽ തന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആയിട്ട് തരും. അപ്പോൾ അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഡയറക്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് എക്സിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കണ്ടുപിടിച്ചു. വൈയുടെ ലോവർ ലിമിറ്റ് തന്നിട്ടില്ല, അത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1/168 അവിടെ പുറമെ കിടക്കുക. ഇൻറ്റഗ്രൽ 0 to 2. ആദ്യം ഞാൻ ഇത് എക്സിൻ്റെ ലിമിറ്റ് അല്ലേ കൊടുത്തത്, എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. x³ വൈ എവിടെ കിടക്കട്ടെ, x³ വൈ എവിടെ കിടക്കട്ടെ. x³ എക്സിൻ്റെ ലിമിറ്റ് 2 to 4 ആണ്. = 1/168 ഇൻറ്റു ഇവിടെ എന്ത് വരും? 4³ മൈനസ് 2³ എന്ന് വരും. വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലേ, ജസ്റ്റ് കൊടുത്തതാണ്. ഇൻറ്റു ഇനി എന്ത് വരും? വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇത് അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് കൊടുത്തു. പിന്നെ എന്താ വരിക? y dy വരിക. വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 എന്ന് വരും. വൈയുടെ 0 to 2. ഓക്കെ, വൈയുടെ ലിമിറ്റ് 0 to 2. സോ 1/168 നമുക്ക് ആൻസർ കിട്ടുക. ഇത് ചെയ്ത് വരുമ്പോൾ എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ 64/3/8/3 ഇവിടെ എന്ത് വരും? 2² 4/2 മൈനസ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 2/9 ആണ്. 2/9 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇതൊക്കെ പിന്നെ കാൽക്കുലേഷനാണ്. ഈ കാര്യം ഓർത്ത് വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഇൻറ്റഗ്രേഷനും വളരെ എളുപ്പമാണ് വരിക. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം രണ്ടും നമ്മൾ പാർഷ്യലായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്, y വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 which is equal to integral double integral f of x y dx dy. ഞാൻ ഇതിൽ dy dx എടുക്കുന്നുണ്ട്. dy dx എടുത്തു. കാരണം ഇവിടെ y ആണ് ചെറിയ ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ y അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ലിമിറ്റ് നോക്കാം. എക്സ് സ്ക്വയർ 1/168 എക്സ് സ്ക്വയർ വൈ dy dx എടുത്തു. കാരണം ഞാനിവിടെ ഫസ്റ്റ് y എടുക്കാൻ കാരണം ഇവിടെ നോക്കുക, ഈ ഇങ്ങനൊരു സംഭവം നോക്കുക. ഇവിടെ എക്സും വൈയും എന്താണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഇവിടെ എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം y വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. y വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് എന്താ? വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ y ഫ്രം 0 to, പക്ഷേ y ഈക്വൽ ടു 4 വരെ പോകാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കിവിടെ വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 ആണ്. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ ലെസ് ദാൻ 3 വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 ആണ്. ഇതിന്ന് വൈയുടെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ എക്സിനെ അങ്ങോട്ടേക്ക് എടുക്കുക, 3 മൈനസ് എക്സ്. വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? വൈ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മാക്സിമം ഏത് വരെ പോകാം? 3 മൈനസ് എക്സ് വരെ പോകാം. എക്സ് എന്താണോ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും വൈയുടെ അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ വൈ ഫ്രം 0 to വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 മൈനസ് എക്സ് വരും. ഇനി ഇതിപ്പോൾ വൈയുടെ ലിമിറ്റാണ് കൊടുത്തത്. ഇനി എക്സിൻ്റെ ലിമിറ്റ് നോക്കാം. എക്സ് ഫ്രം, എക്സിന് മിനിമം എടുക്കാവുന്ന വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്താ? 1 നമ്മളിവിടെ വൈക്ക് അത് വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യൂ വരിക. അപ്പോൾ എക്സ് 1 ഫ്രം ഏത് വരെ പോകാം? എക്സിന് എക്സ് 1 to 4 പോകാൻ പറ്റുമോ? എക്സിന് മാക്സിമം എടുക്കാവുന്ന വാല്യൂ എന്താ? രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ എക്സിന് മാക്സിമം എടുക്കാവുന്ന വാല്യൂ ഏതാണ്? 3 അല്ലേ? വൈക്ക് 0 എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ 0 എടുക്കുന്നത് കൊണ്ട് എക്സിന് മാക്സിമം എടുക്കാവുന്ന വാല്യൂ 3 ആണ്. ഞാനിപ്പോൾ വൈയുടെ ലിമിറ്റ് 1 ആയിരുന്നെങ്കിലോ, വൈ ഫ്രം 1 to ആയിരുന്നെങ്കിലോ ഇവിടെ എക്സിന് 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എക്സിന് 2 എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വൈ ഫ്രം 0 to ആണ്, അതുകൊണ്ട് എക്സിന് 3 എടുക്കാം. അപ്പോൾ ഈക്വൽ ടു 3. ഇനി സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. എക്സ് ഈക്വൽ ടു 1 to 3. ആദ്യം നമ്മൾ വൈ വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. 1/168 എക്സ് സ്ക്വയർ. വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ ബൈ 2 വൈ ഫ്രം 0 to 3 മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, which is equal to 1/168 integral 1 to 3 x square. ഇവിടെ നോക്കുക, വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 3 മൈനസ് എക്സ് ആണ്. 3 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈക്ക് 0 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. ഓക്കെ, ഈ ഒരു കേസുള്ളതിനെ കൊണ്ടാണ് ഞാനിവിടെ വൈ ആദ്യം എടുത്തത്. ഇതിപ്പോൾ എക്സ് ആണ് ആദ്യം എടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും? x³/3 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ അപ്പർ ലിമിറ്റിനെ ക്യൂബ് വെച്ചിട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ ടേംസ് കൂടും, ഇല്ലേ? അപ്പോൾ നമുക്കെന്ത് വരും? ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. സോ 1/168 ഇൻറ്റഗ്രൽ 1 to 3 എക്സ് സ്ക്വയർ. അവിടെ ഒരു ബൈ 2 ഉണ്ടല്ലോ, ആ ബൈ 2നെ എടുത്ത് ഞാൻ പുറമേക്കിട്ടെ. ഈ ബൈ 2നെ എടുത്ത് പുറമേക്കിട്ടു. എക്സ് സ്ക്വയർ, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ഡി എക്സ്. എന്നിട്ട് 1/168 ഇൻറ്റു 2 എക്സ് സ്ക്വയറിനുള്ളിലേക്ക് കൊടുക്കുകയാണ്. ഇൻറ്റഗ്രൽ 1 to 3 9 എക്സ് സ്ക്വയർ. അങ്ങോട്ട് പോകുമ്പോൾ -6x² ഇൻറ്റു എക്സ്, x³ പ്ലസ് x² ഇൻറ്റു x² x raised to 4 dx. ഓക്കെ,
സോ 1/168 ഇൻറ്റു 2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഒക്കെ എളുപ്പമായില്ലേ. 9 ഇൻറ്റു എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 6 എക്സ് ക്യൂബിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സ് റേസ് ടു 4ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5/5 വിത്തിൻ ദ ലിമിറ്റ് 1 to 3. അപ്പോൾ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. 1/168 ഇൻറ്റു 2 നമുക്കിവിടെ എന്ത് കിട്ടും? 3 ഇൻറ്റു ഇതൊക്കെ കട്ട് ചെയ്ത് പോലെ 3 ഇൻറ്റു എക്സ് ക്യൂബ്, എക്സ് അപ്പർ ലിമിറ്റ് അപ്പോൾ എന്ത് വരും? 3 ക്യൂബ് മൈനസ് ഇവിടെ എന്ത് വരും? 3/2. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3/2 വരും. എക്സ് റേസ് ടു 4 എന്ന് പറയുമ്പോൾ 3 റേസ് ടു 4 പ്ലസ് 3 റേസ് ടു 5/5 അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 കൊടുക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. 3 മൈനസ് ഇവിടെ എന്ത് വരും? കട്ട് ചെയ്യുമ്പോൾ 3/2 വരും. എക്സിനാണ് 1 കൊടുക്കുന്നത്, അപ്പോൾ ഇവിടെ 1 ആയി പോവും. 6/4 എന്ന് പറയുമ്പോൾ 3/2 പ്ലസ് 1/5. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2/105 ആണേ. 2/105 അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ ആദ്യം ഫിക്സ്ഡ് ആക്കി വെക്കുക. കഴിയുന്നതും ചെറിയ ഫംഗ്ഷനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ കണ്ടീഷനിൽ നിന്നാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. പിന്നെ എക്സിൻ്റെ ലിമിറ്റ് നോക്കുക, ശ്രദ്ധിക്കുക. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ അപ്പർ വാല്യൂ വരിക. ഓക്കെ, വൈയുടെ ലോവർ ലിമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടുത്തെ അപ്പർ ലിമിറ്റ് വരാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക.